ഇന്ന് നമുക്ക് ഇച്ചിരി ചേമ്പ് വറുത്തരച്ച കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വറുത്തരച്ച് ഉണ്ടാക്കണമെന്ന് നോക്കാം. ചേമ്പെന്ന് പറഞ്ഞാൽ ഞാനെടുത്തിരിക്കുന്നത് ഈ ചേമ്പാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കണ്ടിച്ചേമ്പെന്ന് പറയും. അപ്പോൾ അത് പല രീതിയിലുണ്ടാക്കാം. സാമ്പാറിലിടാൻ, പുഴുങ്ങി തിന്നാം. അതുപോലെ നമുക്ക് നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ചെമ്മീനിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇച്ചിരി വറുത്തരച്ച് വയ്ക്കാൻ പോകാം കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ പാക്കിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ലഗേജിൽ സ്ഥലമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറമ്പിൽ നിന്ന് പോയി പറിച്ചുകൊണ്ട് വന്ന ചേമ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം പുഴുങ്ങി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ബാക്കിയിരുന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതൊന്ന് കറിയാക്കാമെന്ന്. ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഇച്ചിരി ചെമ്മീനിട്ട് അടുത്ത ദിവസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചേമ്പ് നന്നായിട്ട് കണ്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് ഒരു 3 വിസിലടിക്കാൻ വയ്ക്കുക കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇപ്പോൾ ലാവിഷാണ് കുറച്ച് നാളത്തേക്ക്. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണ കറിവേപ്പില ഉണ്ട്. അതുകൊണ്ട് ലാവിഷായിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 3 വിസിലടിപ്പിക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ചേമ്പ് ഇതായിട്ട് കുക്കറിൽ 3 വിസിലടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിന് അരപ്പുണ്ടാക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ തേങ്ങ വറുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണം കേട്ടോ. അപ്പോൾ ആ തേങ്ങ നമുക്കൊന്ന് വറുത്താണേലും നമ്മളൊന്ന് ചൂടാക്കണം ഉണ്ടാക്കാൻ നേരം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലതായിട്ട് വറുത്തെടുത്ത ശേഷം അത് അരച്ചെടുത്തിട്ട് ഞാൻ അരപ്പ് നമുക്ക് ഇതിൽ ചേർക്കണം, ചേമ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ആ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പ് തേണ്ട നല്ലതായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് അരപ്പ് വറുത്തരച്ചത്. അപ്പം നമ്മുടെ ന്യൂജൻ പിള്ളേർക്കായിട്ടൊരു ഉപദേശം, നമ്മൾ വറുത്തരച്ച തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. അതിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഈ തേങ്ങയുടെ അരപ്പിങ്ങനെ ഉണ്ടാക്കി ഈ ചേമ്പിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പിനകത്ത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ടിരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാളംപുളി, അത് പിഴുപുളി എന്നാണ് ഞങ്ങൾ വാളംപുളി എന്നാണ് പറയുന്നത്. വാളംപുളി പിഴിഞ്ഞത് അരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിക്കുക. അത് പുളിയുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. എനിക്ക് നന്നായിട്ട് ഇച്ചിരി അത്യാവശ്യം പുളി ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞാനിത് അതിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇത് നല്ലതായിട്ട് തിളച്ചൊന്ന് കുറുകണം. അതിനുശേഷം നമ്മൾ വറുത്തരയ്ക്ക് സാധാരണ ഞങ്ങൾ കടുക് പൊട്ടിക്കാറില്ല. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടെ വേണമെങ്കിൽ താളിച്ച് അവസാനം നമുക്ക് മുകളിലോട്ട് ചേർക്കാം. എന്നിട്ട് ഇതിരുന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല പുളിയും അതിൻ്റെ അരപ്പും എല്ലാം ചേമ്പിലേക്ക് പിടിക്കും. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം നിങ്ങൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൊഴുപ്പിലെടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. അതുപോലെ കളർ കണ്ടോ, വറുത്തരച്ചതിൻ്റെ കളറും ആ കൊഴുപ്പും അങ്ങനെ പുളിയെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ ശാലം ചക്കക്കുരു പോലത്തെ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല കൊഴുപ്പും നല്ല പുളിയെല്ലാം ചേർന്നിട്ടുണ്ട്. അങ്ങനെ അത് കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ വേണ്ടുവോളുള്ളൊരു സാധനമാണ് ഈ ചേമ്പ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.